ഹായ് ടീച്ചർ. ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടല്ലേ? എല്ലാവരും സന്തോഷത്തിലല്ലേ? ടീച്ചർക്ക് അത് കേട്ടാൽ മതി. നല്ല കുട്ടികൾ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കളേഴ്സിനെ പറ്റിയാ പറഞ്ഞുതരാൻ പോകുന്നത്. കളേഴ്സ് എല്ലാവർക്കും അറിയുമല്ലോ, ഒരുപാട് നിറങ്ങളുണ്ട്. നമ്മൾ ചുറ്റിനും നോക്കിയാൽ ഒരുപാട് നിറങ്ങളുണ്ട്. ഏതൊക്കെ കളേഴ്സ് കുട്ടികൾക്ക് അറിയാം? കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ, നീല. ഗുഡ് 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 ഗുഡ്. എല്ലാവർക്കും അപ്പം എല്ലാം അറിയാല്ലേ? അപ്പൊ ശരി, നമ്മള് ക്രയോൺസ് വാങ്ങി വെച്ചിട്ടുണ്ട് ടീച്ചർ, കുട്ടികൾക്ക് കളർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഡോക്ടർ ബിത്തു എന്താ പറയുന്നതെന്നൊക്കെയാണ്. ഹായ് കുട്ടികളെ, ഞാൻ ഡോക്ടർ ബിട്ടു. എല്ലാ കുട്ടികളും ഭക്ഷണത്തിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശുചിമുറി ഉപയോഗിച്ചതിന് ശേഷവും വീട്ടിലെ വളർത്തുമൃഗങ്ങളെ പരിചയിച്ചതിന് ശേഷവും കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടുകൾ എല്ലാ ദിവസവും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും മേശയുടെ മുകളിലും ഷോപ്പീസുകളിലും പൊടി അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ടീച്ചറുടെ ക്ലാസ്സിലേക്ക് പോവാം. ഹായ് കുട്ടികളെ, അപ്പൊ നമുക്കിനി ക്രയോൺസ് പഠിക്കാം അല്ലേ? ക്രയോൺസിന്റെ കളേഴ്സ് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോവുകയാണ്. ഇതില് 13 കളേഴ്സ് ഉണ്ട്. 13 പിങ്ക്, യെല്ലോ, റെഡ്, ഓറഞ്ച്, പീച്ച്, ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്, ബ്രൗൺ, ബ്ലാക്ക്. പിന്നെ ഒരു എക്സ്ട്രാ കളർ വരുന്നതാണ് ഫ്ലൂറസെന്റ് ഗ്രീൻ. 13 ഷെയ്ഡ്സ് ആയിട്ടുള്ളത്. നമുക്ക് ചുറ്റും എത്ര നിറങ്ങളാണ് ഉള്ളത്? ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് നിറങ്ങളുണ്ട് നമുക്ക് ചുറ്റും. 13 നിറങ്ങൾ മാത്രമാണ് ഇപ്പൊ ഈ ക്രയോൺസിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് കണ്ടോ? ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങള് നമുക്ക് ഈ ക്രയോൺസ് വെച്ച് ചെയ്യാൻ പറ്റും. വാക്സ് ക്രയോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ. നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം അല്ലേ? ഇത് ടീച്ചർ പൊട്ടിക്കാതെ വെച്ചതാ, മക്കളുടെ മുമ്പെന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് അൺബോക്സ് ചെയ്താലോ? നല്ല രസമല്ലേ? സാധാരണ 12 കളറാണ്, പക്ഷെ ഈ പാക്കേജിൽ 12 പിന്നെ ഒരു എക്സ്ട്രാ കളർ കൂടി വരുന്നുണ്ട്. കുറേ ചിത്രങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. വരച്ച് കളർ കൊടുക്കാൻ എത്ര കൂട്ടുകാർക്ക് അറിയാം? വെരി ഗുഡ്, എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്താ ആർക്കും ഒരു ഉത്സാഹം ഇല്ലാത്ത? ഓപ്പൺ ചെയ്താലോ? ഓക്കേ, ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടോ? നമ്മള് എന്ത് കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന സാധനം കേട്ടോ. നമ്മളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പിന്നെ ഡോക്ടർ ബിട്ടു പറഞ്ഞിട്ടില്ലേ കൈ കഴുകണമെന്ന്? കൈയൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് നമ്മളിത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കൈയൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം നമ്മൾ ഫുഡ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനും ബാക്കി ചെയ്യാനും. അപ്പോൾ ഇതാണ് ആദ്യത്തെ കളർ. ഈ കളർ ഏതാണ്? പിങ്ക്. ഇത് പിങ്ക് കളറാണ്. പിങ്ക് കളർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സാധനം കുട്ടികൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഉടുപ്പ്. ശരിയാണല്ലോ. അടുത്തത് യെല്ലോ കളർ. യെല്ലോ വെച്ചിട്ട് ഏതാ ഒരു സാധനം, ഒരു ഐറ്റം, ഒബ്ജക്റ്റ്? സൺഫ്ലവർ. ഓക്കെ. ഓറഞ്ച് കളറോ? ഓറഞ്ച്. ഓറഞ്ച് ക്രയോൺ വെച്ചിട്ട് നമുക്ക് ഓറഞ്ചിന് കളർ കൊടുക്കാം. ഗുഡ്. റെഡ് കളർ. സണ്ണിന് റെഡ് കളർ കൊടുക്കാം. ഗുഡ്. കുട്ടികൾക്ക് എല്ലാം അറിയാം അല്ലേ? നിങ്ങൾക്ക് നല്ല കുട്ടികളാണ് നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നത്. പീച്ച് കളർ. പീച്ച് കളർ വെച്ച് നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ കളർ ചെയ്യാം. ഫ്ലവേഴ്സിന് നമുക്ക് പെയിന്റ് കളർ ചെയ്യാൻ പറ്റും പീച്ച് കളർ കൊണ്ട്. ഓക്കെ. ഗ്രീൻ കളർ. ഇത് ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇത് വെച്ച് നമുക്ക് ഏതൊക്കെ പിക്ചേഴ്സിന് കളർ ചെയ്യാം? ലീഫിന് കളർ ചെയ്യാം. ഗ്രേറ്റ്. ഗുഡ് കുട്ടികളെ, ഗുഡ്. ഇത് ഡാർക്ക് ഗ്രീൻ കളർ. ഈ കളർ വെച്ച് നമ്മൾക്ക് മരങ്ങൾക്കൊക്കെ നല്ല വൃത്തിയിൽ കളർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാം അല്ലേ പെയിന്റ് ചെയ്യാന്? ഇത് ബ്ലൂ കളർ. ബ്ലൂ കളർ കൊണ്ട് നമുക്ക്
ബ്ലൂ സ്കൈ. സ്കൈ ബ്ലൂ കളർ. ഓക്കെ, നമുക്ക് സ്കൈ ആകാശത്തിന് നിറം കൊടുക്കാൻ പറ്റും. ഇതേതാ കളറ്? ഇത് ഡീപ്പ് ബ്ലൂ കളർ. നമ്മൾ ഓഷ്യൻ അതേപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ബ്ലൂ ഒക്കെ വെച്ച് ചെയ്യാം. ഇത് വയലറ്റ് കളർ. ബ്രിഞ്ചൽ എന്നൊക്കെ നമ്മൾ വയലറ്റ് കളർ കൊടുക്കാം. ബ്രൗൺ കളർ എവിടെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? സാൻഡ്, മണ്ണ് ഒക്കെ നമുക്ക് ബ്രൗൺ കളർ വെച്ച് ചെയ്യാം. ബ്ലാക്ക് കളർ. ഇപ്പം നമ്മളൊരു കുട്ടിയാണ് വരച്ച് കളർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഹെയർ ഒക്കെ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാൻ പറ്റും. ഇതാണ് ഫ്ലൂറസെൻ്റ് യെല്ലോ കളർ. ഫ്ലൂറസെൻ്റ് യെല്ലോ ഞാൻ പറഞ്ഞില്ലേ, എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടിയൊരു കളറാണ്. നമുക്ക് ഈ കളറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ, ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണെന്ന്. അത് നമുക്ക് ഫ്ലൂറസെൻ്റ് യെല്ലോ വരച്ച് നോക്കാം. നല്ലൊരു കളറാണല്ലേ, ഒരു മിന്നാമിന്നി കളറ്, പുളിശ്ശേരി കളർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ബ്ലാക്ക് കളർ കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് ബ്രൗൺ വെച്ച് നമ്മൾ ലൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എടുപ്പ് കാണാൻ പറ്റും. വയലറ്റ് കളർ വരച്ചു. നമ്മൾ ഡീപ്പ് ബ്ലൂ കളർ വരക്കാൻ പോവാണ്. ഇൻഡിഗോ കളർ എന്ന് നമുക്ക് ഡീപ്പ് ബ്ലൂന്ന് പറയാം കേട്ടോ. സ്കൈ ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളർ വരച്ചു. നമ്മളിനി ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ, നമ്മൾ ഡാർക്ക് ഗ്രീൻ. നമുക്ക് ലൈറ്റ് ഗ്രീൻ കളറും കൂടി ഒന്ന് വരച്ച് നോക്കാം. ലൈറ്റ് ഗ്രീൻ കണ്ടോ, നമ്മൾ ഇലകൾക്കൊക്കെ കളർ ചെയ്യുമ്പം ഇത് നല്ല രസമായിരിക്കും. പീച്ച് കളറ്, ഫ്ലവേഴ്സൊക്കെ നല്ല വൃത്തിയിൽ നമ്മൾ കൊടുത്താൽ നല്ല രസമുണ്ടാവും. റെഡ് കളർ വെച്ച് നമുക്ക് എന്തൊക്കെ കൊടുക്കാം? അതന്നെ, റെഡ് വെച്ച് നമുക്ക് ചെമ്പരത്തിക്കൊക്കെ നല്ല വൃത്തിയിൽ കളർ കൊടുക്കാം. ഓറഞ്ച് കളറിൽ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സണ്ണ് വരക്കാം. യെല്ലോ കളർ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം, സൂര്യകാന്തി, സൺഫ്ലവർ. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാം. പിങ്ക് കളറിൽ നമ്മൾ എന്താ, റോസ് ഫ്ലവർ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 13 കളേഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് ഈ 13 കളർ ഇഷ്ടമായല്ലോ. 13 കളറും വെച്ചിട്ട് നമുക്ക് ഇനി തൊട്ട് ഓരോ ക്രയോണും വെച്ച് നമുക്ക് ഓരോ പിക്ചേഴ്സ് കളർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കളേഴ്സ് എല്ലാവർക്കും പരിചയമായല്ലോ. ഇനി ടീച്ചർ ചോദിച്ചാൽ ഏതൊക്കെ കളറാണെന്ന് കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ, തിരിച്ചറിയാൻ പറ്റില്ലേ? വെരി ഗുഡ്, നല്ല മക്കളാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ബിട്ടു പറഞ്ഞതും കൂടി എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കണം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ബൈ, ടേക്ക് കെയർ. ഹായ്, ഞാൻ ടി ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.